VPP മുസ്തഫ ആദ്യമേ തന്നെ പറയട്ടെ, ഈ നവകേരളത്തിൻ്റെ പുതുവഴികൾ എന്ന രാഷ്ട്രീയ രേഖ പൂർണ്ണമായും ഞാൻ വായിച്ചിട്ടില്ല. പാർട്ടി സെക്രട്ടറി പറഞ്ഞ അറിവും ഞങ്ങളുടെ സോഴ്സിൽ നിന്ന് ഞങ്ങൾക്ക് ലഭിച്ച അറിവും മാത്രമേ ഉള്ളൂ. അതിൽ പറയുന്ന കാര്യങ്ങൾ ശരിയാണെങ്കിൽ പുതിയ വഴികൾ എന്ന് പറയുന്നത് 2022 എറണാകുളത്ത് അവതരിപ്പിച്ച രാഷ്ട്രീയ രേഖയുടെ തുടർച്ചയായിട്ട് മനസ്സിലാക്കുന്നു. ക്ഷേമ പദ്ധതികളും അടിസ്ഥാന പദ്ധതികളും മാത്രമല്ല, പശ്ചാത്തല വികസനവും വൻകിട സംരംഭങ്ങളുമാവാം. വിദേശ നിക്ഷേപവും സ്വകാര്യ പങ്കാളിത്തത്തിനും കൃത്യമായി ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു പുതുവഴിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ചിരിക്കുന്ന രാഷ്ട്രീയ രേഖ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതൊരു വൈകിയ മാറ്റമാണോ? ഉമ്മൻചാണ്ടി സർക്കാരിനു ശേഷം 2016 തന്നെ അഥവാ 2015 പാർട്ടി സമ്മേളനത്തിൽ തന്നെ ഇത്തരമൊരു പുതുവഴി നമ്മൾ തേടിയിരുന്നെങ്കിൽ ഒരു 10 വർഷം നമുക്ക് നഷ്ടപ്പെടില്ലായിരുന്നല്ലോ അല്ലേ? താങ്കൾ സൂചിപ്പിച്ചതുപോലെ നവകേരള വികസന രേഖ ഇപ്പോൾ സംസ്ഥാന സമ്മേളനത്തിൻ്റെ പരിഗണനയിലാണുള്ളത്. സംസ്ഥാന സമ്മേളന പ്രതിനിധികൾ മാത്രമേ ഇപ്പോൾ അത് കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുള്ളൂ. വേറെ പുറത്താരും അത് കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടില്ല. അതിൻ്റെ ഉള്ളടക്കത്തെ സംബന്ധിച്ചിട്ടുള്ള ഒരു പൊതു വീക്ഷണം സംസ്ഥാന സെക്രട്ടറി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞതാണ് ആധികാരികമായിട്ട് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള വിവരം. CPIM വളരെ കൃത്യമായിട്ട് തന്നെയാണ് പുതിയ കാലത്തിൻ്റെയും പുതിയ ലോകത്തിൻ്റെയും പരിസരത്തിൽ എങ്ങനെയാണ് ഒരു പുതിയ കേരളത്തെ രൂപപ്പെടുത്തിയെടുക്കുക എന്നുള്ള വലിയ ദൗത്യം ചുമതല ഏറ്റെടുക്കുന്നത്. അത് ഇപ്പോൾ ഈ 2025 2016 CPIMനുണ്ടായ ഒരു വൈകി ഉദിച്ച ബുദ്ധിയൊന്നുമല്ല. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടക്കം മുതൽ കേരളത്തിൻ്റെ വികസനത്തെ സംബന്ധിച്ചും ഭാവി കേരളത്തെ രൂപപ്പെടുത്തുന്നത് സംബന്ധിച്ചും വളരെ കൃത്യമായ ശരിയായ നിലപാട് സ്വീകരിച്ചു വന്നിട്ടുള്ളവരാണ്. അതൊരുപക്ഷെ ഐക്യ കേരള രൂപീകരണത്തിന് മുമ്പേ തന്നെ അത്തരം നിലപാടും കാഴ്ചപ്പാടും ഉയർത്തിപ്പിടിച്ചിട്ടുള്ളവരാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ എല്ലാ കാലത്തെയും നേതൃത്വം. 1939 അന്ന് നമ്മൾ ഐക്യ കേരളമില്ല. മലബാറിലെ കുടിയാന്മാരുടെ പ്രശ്നത്തെ സംബന്ധിച്ച് അന്ന് മലബാർ ഉൾപ്പെട്ടിരുന്ന മദിരാശി സംസ്ഥാനം ഒരു ടെനൻസി എൻക്വയറി കമ്മിറ്റിയെ നിയോഗിക്കുകയുണ്ടായി. ആ കമ്മിറ്റി അന്നത്തെ കോൺഗ്രസിന് ഭൂരിപക്ഷമുള്ള മദ്രാസ് ഗവൺമെൻറ് നിയോഗിച്ച ഒരു കമ്മിറ്റിയാണ്. മലബാറിലെ കുടിയാന്മാരുടെ പ്രശ്നമായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്. അവർ ഒരു ജന്മിപക്ഷ റിപ്പോർട്ട് തയ്യാറാക്കിയപ്പോൾ ജന്മിവർഗത്തിൽ ജനിക്കുകയും എന്നാൽ ഇടതുപക്ഷക്കാരനായി മാറുകയും ചെയ്ത സഖാവ് EMS ആ കുടിയായ്മ കമ്മിറ്റി റിപ്പോർട്ടിന് എതിരായിട്ട് നൽകിയ ഒരു വിയോജനക്കുറിപ്പുണ്ട്. അതൊരു അമൂല്യമായ ചരിത്ര രേഖയാണ്. ഒരുപക്ഷെ കേരളത്തിൻ്റെ വികസനത്തെ സംബന്ധിച്ച് ഭാവി കേരളത്തെ സംബന്ധിച്ച് അക്കാലത്ത് തന്നെ ഇടതുപക്ഷക്കാർക്ക് കമ്മ്യൂണിസ്റ്റുകാർക്ക് ഉണ്ടായിരുന്ന ഒരു കാഴ്ചപ്പാടിൻ്റെ ഏറ്റവും കൃത്യമായ രേഖയാണ്. 1956 നവംബറിലാണ് ഐക്യ കേരളം യാഥാർത്ഥ്യമാകുന്നത്. എന്നാൽ 56 ജൂണിൽ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രത്യേക സമ്മേളനം തൃശ്ശൂരിൽ വെച്ച് നടക്കുകയുണ്ടായി. ആ സമ്മേളനം അംഗീകരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പ്രമേയങ്ങളിലൊന്ന് ആസന്നമായി രൂപപ്പെടാൻ വേണ്ടി പോകുന്ന ഭാവി കേരളത്തിൻ്റെ രൂപീകരണത്തെ സംബന്ധിച്ച് അതിൻ്റെ വികസനത്തെ സംബന്ധിച്ചുള്ള ഒരു അടിസ്ഥാന നിലപാടാണ്. എങ്ങനെയാണ് ഒരു ഐക്യ കേരളം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാഴ്ചപ്പാടിൽ രൂപപ്പെടുത്താം. അതാണ് 56 ജൂണിലെ ഈ സമ്മേളനം അവതരിപ്പിച്ച രേഖയാണ് 57 ആദ്യത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രകടന പത്രികയുടെ പ്രധാനപ്പെട്ട ഉള്ളടക്കമായിട്ട് മാറിയിട്ടുള്ളത്. അതുകൊണ്ട് കേരളത്തിൻ്റെ വികസനത്തെ സംബന്ധിച്ച് ഇങ്ങനെ ഐക്യ കേരള രൂപീകരണത്തിന് മുമ്പും ഐക്യ കേരളത്തിൻ്റെ രൂപീകരണ ഘട്ടത്തിലുമെല്ലാം തന്നെ വികസനത്തെ സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാഴ്ചപ്പാടിനനുസൃതമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചു പോന്നിട്ടുണ്ട്. ആ പാരമ്പര്യത്തിൻ്റെ തുടർച്ചയിൽ തന്നെയാണ് എറണാകുളത്ത് നടന്ന 3 വർഷം മുമ്പ് നടന്ന കഴിഞ്ഞ പാർട്ടി സംസ്ഥാന സമ്മേളനം നവകേരള വികസന രേഖ അംഗീകരിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു പരിശോധനയും വിപുലീകരണവുമാണ് ഇപ്പോൾ ഈ പാർട്ടി കോൺഗ്രസിൽ ആ കഴിഞ്ഞ സംസ്ഥാന സമ്മേളനം അംഗീകരിച്ച നവകേരള വികസന കാഴ്ചപ്പാട് എന്ന രേഖയുടെ അവലോകനവും പുതിയ സാഹചര്യം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നിർദ്ദേശങ്ങളുമായിട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ ഇക്കാര്യത്തിൽ ഒരു അമാന്തമോ ഒരു 10 വർഷം പിന്നോട്ട് പോക്കോ ഒന്നും ഉണ്ടായിട്ടില്ല. Debate with Dr. Arun Kumar.